രതീഷ് സാർ, നമ്മുടെ സർക്കാരിന്റെ 100 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ സതീശൻ സർക്കാരിന് 10ല് എത്ര മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാർ ഈ ഒരു 100 ദിവസങ്ങൾ നമ്മുടെ മന്ത്രിയുടെ ഈ ഒരു ഞാൻ 10ല് മാർക്ക് കൊടുക്കുന്നില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായി. 100ൽ 15 മാർക്ക് കൊടുക്കും. ഞാൻ ഇന്നലെ ഇത് യഥാർത്ഥത്തില് ഇതിന് തൊട്ട് മുമ്പത്തെ കൈരളി ചാനലിലെ ചർച്ചയിലും ഇന്നലെ മീഡിയ വണ്ണിന്റെ ചർച്ചയിലും 2 ദിവസവും ഇത് തന്നെയായിരുന്നു. ആ, അപ്പൊ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അപ്പൊ അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. കാരണം വേറെ വഴിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതില് നമ്മുടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ കാര്യം ഇവരുടെ പ്രയോറിറ്റി വലിയ പ്രശ്നമാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളല്ല ഇവരുടെ പ്രയോറിറ്റി. അതെ. അതുപോലെ ഇവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതായത് ഇവർക്കൊരു നിലപാടില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും വലിയ നിലപാട്. മനസ്സിലായി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലെ നുണ. അത് ഇപ്പൊ ഒന്നോ രണ്ടോ അബദ്ധമൊക്കെ ആർക്കും പറ്റും എന്ന് പറയുന്ന പോലെ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റുമെന്ന് പറഞ്ഞാൽ വിട്ടെടുക്കാം. പക്ഷെ ഇതല്ല. ഇത് ഏതാണ്ട് 51 നുണകൾ പുള്ളി പൂർണ്ണമായ നുണകൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. 51 നുണകളോ? അപ്പൊ ബാക്കി സത്യങ്ങൾ വേറെ ഉണ്ട്. അതും കൂടി കൂട്ടി ഇതിന് കൂടും. അതുപോട്ടെ. അപ്പൊ പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സംസാരം എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ചുകൂടി ഒരു അവഹേളനത്തിന്റെ പരിധിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് ഗവൺമെന്റിന് കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റില്ല. പാസ് മാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നിരവധി പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. ഇവരുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മ, മന്ത്രിമാർ ഒറ്റക്കൊറ്റക്കാണ്, ഒരു കൺട്രോൾ ഇല്ലായ്മ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ 4 കാര്യങ്ങൾ വളരെ 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 പ്രസക്തമായിട്ടുള്ള 4 കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ സാറ് ഇതിന്റെ ഫസ്റ്റത്തെ സാർ പറഞ്ഞ പ്രയോറിറ്റി മെറ്റേഴ്സ് സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാലോ, ഇപ്പൊ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസ്സുകാരായിട്ടുള്ള സാധാരണക്കാരുടെ കാര്യങ്ങൾ പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പൊ PM നിയാസ് അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ 25 ദിവസത്തോളം വാർ റൂമിലിരുന്ന് നിയന്ത്രിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ശേഷാദ്രി നാടിന്റെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ തയ്യാറായില്ല, അദ്ദേഹത്തെ സംസാരിക്കാൻ തയ്യാറായില്ല. പിന്നെ അലോഷ്യസ് സേവറെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ഒരു കാര്യം ദൃശ്യം നമ്മൾ കണ്ടു. അതിന് കണ്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് തേവര കോളേജിൽ വെച്ച്. അപ്പൊ ഇതൊക്കെ പോട്ടെ. നമ്മുടെ സാധാരണക്കാരെ 2018 പ്രളയം അത്ര ഒന്നും ഉണ്ടായില്ലെങ്കിലും അതിന്റെ 100ൽ 1 ഭാഗം മാത്രം ഉണ്ടായി. ഒരു പ്രളയ സമാനമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അന്ന് കോട്ടയത്തൊക്കെയുള്ള ഒരു പയ്യൻ അവൻ കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ അതോടുകൂടി ഒലിച്ചു പോവുകയും അവന്റെ ഡെഡ് ബോഡി തെരഞ്ഞ് അവന്റെ അമ്മയുടെയും ഡെഡ് ബോഡി തെരഞ്ഞ് നാട്ടുകാരൊക്കെ തന്നെ മണ്ണിനടിയിൽ പരതുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ പറയുന്ന മുഖ്യമന്ത്രി വിരുന്നുണ്ണാൻ പോയത്. ആ വിരുന്നുണ്ടായിരുന്നു, നമുക്ക് കുഴപ്പമില്ല. അതുപോലെ ബൈമിയ കോഫി ഉദ്ഘാടനം ചെയ്യാൻ പോയത്, മറ്റു ചില കടകൾ, ഇടിമണ്ണിക്കൽ ജ്വല്ലറി അടക്കമുള്ള കടകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അപ്പൊ ആ ഇത് ഉദ്ഘാടനം ചെയ്യാവുന്ന പരിപാടികൾ വേണമെങ്കിൽ മാറ്റിവെക്കാമായിരുന്നില്ലേ? ഒരു ചോദ്യമാണ്. നമ്മൾ അവരോടും പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ നിങ്ങൾ ആ സമയത്ത് വേറെ ആരെങ്കിലും കൊണ്ട് അങ്ങോട്ട് ഉദ്ഘാടിച്ചോ. അത് കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട്, അവരെ ശരിയാണ് സംരംഭകരെ പ്രോത്സാഹിപ്പിക്കേണ്ടതൊക്കെയാണ്, പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് ഞാൻ നിങ്ങളെ കണ്ടോളാം എന്ന് പറഞ്ഞാലും അത് വാർത്തയാവുമല്ലോ. പുള്ളി വേറെ ഏതെങ്കിലും ദിവസം കയറിയിട്ട് അവരെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ വാർത്തയാവും. അപ്പൊ അതിന് പകരം ശരിക്കും ഈ പറയുന്ന കേരളം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന, വീടുകൾ ഇടിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ച് പാവപ്പെട്ടവർ നിൽക്കുന്ന ഒരു സമയത്ത് ദുരന്ത നിവാരണത്തിന്റെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറാകാതിരിക്കുകയും അദ്ദേഹം ഇടിമണ്ണിക്കൽ ജ്വല്ലറി ഇടിവെട്ടായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അത് ഒരു പ്രയോറിറ്റിയുടെ പ്രശ്നമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് ഈ ഗവൺമെന്റിന് നിരവധി കാര്യങ്ങളിലുണ്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം പോലും നമുക്കറിയാം, ഇദ്ദേഹം ഒരു 4ാമത്തെ ദിവസമാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നത്. 11ാമത്തെ ദിവസമാണ് കടലിൽ കാണാതായവരെ വീടുകൾ സന്ദർശിക്കുന്നത്. അവരെ വിളിക്കാൻ തയ്യാറാകുന്നത്, ആ വിളിച്ചിട്ടും പുള്ളി അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ഇത് ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രയോറിറ്റി എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇതിനേക്കാൾ മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു പോരുത്. ഗവൺമെന്റ് അധികാരത്തിലേറി ഏറ്റവും ആദ്യം ഒപ്പിടേണ്ട ഫയലുകൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ആ ഏറ്റവും ആദ്യം ഒപ്പിടേണ്ട ഫയലുകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ടാക്സ് കുറച്ചു കൊടുക്കുന്നതിനുള്ള നിർബന്ധമാണ് പുള്ളിക്കുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ വിശദമാക്കുന്നില്ല, നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് പ്രയോറിറ്റികളിൽ ഈ നാട്ടിലെ സാധാരണക്കാരും ദുർബല വിഭാഗങ്ങളും അല്ല എന്റെ പ്രയോറിറ്റി എന്നും ഇവിടത്തെ വലിയ സംരംഭകരുടെ അവരുടെ ജ്വല്ലറി ഷോപ്പുകളുമാണ് എന്നൊക്കെ പറയുന്നത് പ്രശ്നമാണ്. അവർ ഈ നാട്ടിൽ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. അവർ നാട്ടിൽ വേണം, പക്ഷെ പ്രയോറിറ്റി എന്തായിരിക്കണം? സാധാരണക്കാരും
ജനങ്ങൾക്ക് തന്നെയാണ്. തന്നെ അതല്ല, അതാണ് അതിന്റെ പ്രശ്നം, അതാണ് ഈ പ്രയോറിറ്റിയുടെ പ്രശ്നം പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഈ സർക്കാരിന്റെ നിലപാട് നമ്മൾ പല രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാട് അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ അഖിൽമാരെ കുറിച്ച് ഹാഷ്മി പറഞ്ഞ പറയേണ്ടി വരും. ഇത് പലപാടാണ്. അതെ. വി ഡി സതീശനൊക്കെ ഏതാണ്ട് ആ നിലപാടിൽ തന്നെയാണ്. കാരണം അഖിൽമാരാര് ചോദിക്കുന്നുണ്ട് വി ഡി സതീശൻ നിലപാട് എത്രയോടെ മാറ്റിയത്. ഉം. പി എം ശ്രീ പദ്ധതി അറബിക്കടലിലെറിയും, കുപ്പത്തൊട്ടിയിലെറിയും, മറ്റേ പി എം ശ്രീ പാഠപുസ്തകങ്ങളിൽ നിറങ്ങിപ്പോയ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ കയറി വരും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്നു. എവിടെ കയറി വന്നു? ലാസ്റ്റ് പി എം ശ്രീ നടപ്പാക്കുമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ അവർക്ക് നിലപാടില്ല. ഒന്ന്, ഇങ്ങനെ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ അവർക്ക് നിലപാടില്ല. രണ്ടുപേരെ വെക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ ഉമർ ഫൈസി മുക്കം പോലെയുള്ള സമസ്തയുടെ നേതാവ് മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണല്ലോ, നമുക്കറിയാം. അപ്പൊ അദ്ദേഹം വിമർശിച്ചേക്കാണ്. അപ്പൊ അങ്ങനെ വിമർശിക്കാൻ തക്ക രീതിയിൽ ഒരു നിലപാടുകളും കൃത്യമായിട്ട് എടുക്കാത്ത ഒരു ഗവൺമെന്റാണിത്. ഇനി ഇതൊക്കെ പോട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി അവിടെ സമരം ചെയ്യുന്നു RSSന്റെ പിടിയിൽ നിന്ന് സർവകലാശാലകളെ മോചിപ്പിക്കാൻ. ഇവിടെ സർവകലാശാലകളെ ഗവർണർക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നു. ഗവർണർക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം. സെനറ്റിലെ ആളുകളെ വെക്കാം, സിൻഡിക്കേറ്റിൽ വെക്കാം, അതുപോലെ വൈസ് ചാൻസലർമാരായി വെക്കാം, ഭാരതാംബ കൊണ്ട് വെക്കാം, വന്ദേമാതരം ചൊല്ലാം. മറ്റേ നമ്മുടെ കുന്നുമ്മേൽ പുള്ളിക്കൊക്കെ കുന്നുമ്മേൽ മോഹനെ എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ലെവലിലേക്ക് എന്നിട്ട് ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ എന്താണ് ഇവരുടെ നിലപാട്, എന്താണ് ഈ കാര്യത്തിൽ? അപ്പൊ ഇത് ഒരു നിലപാടുമില്ലാത്ത ഒരു സർക്കാർ എന്നുള്ള ലെവലിലേക്ക് ഇത് അതപ്പതിച്ചിരിക്കുകയാണ്. മോഡിഫിക്കേഷൻ, വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ അല്ല, അതൊക്കെ നടക്കൂലെന്ന് അറിയാലോ. അതൊക്കെ പോട്ടെ. ഇതൊക്കെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഈ നൂറ്റാണ്ട് വേണ്ടി വരും. നമ്മൾ ഈ മരിക്കുന്നവർ ഇവിടെ നിന്ന് പറയേണ്ടി വരും. അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞ മോഡിഫിക്കേഷൻ കാര്യത്തിൽ പുള്ളി ഒരു പൂക്കി ചിരിയിരിച്ചു. ശരിക്കും പറഞ്ഞാൽ പൂക്കികൾ എന്ത് ചെയ്തു? മോഡിഫിക്കേഷൻ ഒന്നും നടക്കുന്നു. എന്റെ പൊന്ന അഖില മനസ്സിലാണ്, ഇത് കേന്ദ്ര ഗവൺമെന്റ് നിയമമാണ്. ഇപ്പൊ വി ഡി സതീശൻ ഇവിടെ നിന്ന് പറയണതാണ്, ഞാൻ മറ്റേ നേപ്പാളുമായിട്ട് എന്ത് ചെയ്യും, അതിർത്തി പങ്കിടുന്ന സ്ഥലത്തുനിന്ന് സൈനികരെ പിൻവലിക്കുമെന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം അത് സൈന്യം കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ്. അപ്പൊ അതുപോലെ വെറുതെ വർത്താനം പറയാന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞ പോട്ടെ. കാരണം ആളുകളെ പറ്റിക്കാൻ വോട്ട് കിട്ടാൻ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചങ്ങ് വിട്ടുകളയാം. പക്ഷെ മറ്റേതാ ഏറ്റവും കാതലായിട്ടുള്ള ഒരു പ്രശ്നമുള്ളൂ. കാരണം പിണറായി സർക്കാർ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ രാജ് നടപ്പാക്കുന്നതിന് വലിയ പ്രതിരോധം തീർത്തു. ഇവിടെ ഇപ്പൊ ഗവർണർ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കമോൺ ഇങ്ങോട്ട് വാ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യോഗ ദിനത്തിൽ എല്ലാവരുടെയും മീറ്റിംഗ് വിളിക്കുകയാണ്. സർക്കാർ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ നിലപാടുകളും ഇല്ല എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നുണയാണ്. നുണ എന്ന് പറയുമ്പോ ഇപ്പൊ ഇന്നലെ ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നപ്പോ നിജേഷ് അരവിന്ദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രതിനിധിയാണ്. അത് പിന്നെ പോട്ടെ, പുള്ളി എന്ത് ചെയ്തോളാം, പുള്ളി അത് ന്യായീകരിക്കേണ്ട ആണല്ലോ. പക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷയുള്ള ഒരാളാണ് കെ ഷാജി എന്ന് പറയും. ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു ഇന്റഗ്രിറ്റി ഉള്ള എത്തിക്സ് ഒക്കെ പാലിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ആരുടെയെങ്കിലും കാശ് മേടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഒരു നരേറ്റീവിന് കീഴ്പ്പെട്ടുകൊണ്ട് പറയണത് ചിരിക്കുന്ന ആളുകളെ കേൾക്കാൻ ചെയ്യാവുന്ന മുഖ്യമന്ത്രി ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ മാത്രം പോരല്ലോ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണ്ടേ? ഇപ്പൊ നാളെ ഒരു കുടുംബത്തിലെ കുടുംബാതം വന്ന് പൂക്കിച്ചിരി ഇരിച്ചാൽ മതി, പിള്ളേർക്ക് പുട്ടും മേടിച്ചു കൊടുക്കാതെ അല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് അതൊന്ന്. ഇനി രണ്ടാമത് മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ എന്തൊക്കെ നുണകളാണ്. ഞാൻ പറയുന്നത് ബെക്കാടിയും അതുപോലെ ഇതിന് മൂല്യം കുറഞ്ഞ മദ്യം കൊടുത്തപ്പോൾ പുള്ളി പറയുന്നത് ശിവാശ്രീകളിലും ജോണി വാക്കറിനും ഒക്കെ നിങ്ങൾ കുറച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. കള്ളമാണ് പുള്ളി പറയുന്നത്. ശിവാശ്രീകളിലും ഇതിനും കുറച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാരണം എന്താണെന്നറിയാം, എക്സൈസ് തീരുവ വരും വേറെ. 70-80% ടാക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 40% എക്സൈസ് തീരുവ വരും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പഴയ ടാക്സ് തന്നെ വരും. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്നത് ഗവൺമെന്റ് മാത്രമാണ്. ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം വിൽക്കുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ ഗവൺമെന്റ് കൂടിയ വിലയിട്ട് ഗവൺമെന്റ് വിട്ടുകൂടെ? ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റിന്റെ ടാക്സ് അടിക്കണമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായി? അപ്പൊ ഈ അത്തരത്തിലുള്ള ഒരു നുണ അത് പോട്ടെ. പി എം ശ്രീയുടെ കാര്യത്തിൽ പുള്ളി പറഞ്ഞ നുണ, അത് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല, ഒപ്പിട്ട് പോയി കാശ് മേടിച്ചു എന്നാണ്. അത് നുണ. നിലപാടുകളുടെ കാര്യത്തിൽ നിങ്ങൾ നുണ പറയുന്നു. അദാനിക്ക് അതൃപ്തി അറിയിച്ച് നോട്ടീസ് അറിയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. എൻ്റെ കയ്യിൽ വിവരാവകാശ രേഖയിരിക്കുന്നുണ്ട്. നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് തെറ്റാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഇന്റർനാഷണൽ നുണ, അത് ശരിക്കും പറഞ്ഞാൽ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. വലിയ നാണക്കേട് ബിസിനസ് ലോകത്ത് നമുക്ക് ഉണ്ടാക്കി. എന്താണെന്നറിയോ? ടാറ്റയുടെ 10,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ടാറ്റയുടെ 100 കമ്പനികളെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഞാൻ അതിൽ ടാറ്റയുടെ 65% റവന്യൂ വരുന്നത് TCS എന്നാണ്.
അപ്പൊ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നിന്നാണ്. ആ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് വരുന്ന ഒരു കാര്യം ബാക്കിയുള്ളതിനെല്ലാം 35% ആണ്. അവർക്കൊരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ഇന്ന് വരെ ഇല്ല. ടാറ്റയ്ക്ക് ഇല്ലാത്തൊരു സെഗ്മെന്റ് യഥാർത്ഥത്തിൽ ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. ഈ സെറാമിക് പ്ലേറ്റ് നിർമ്മിക്കുന്ന കമ്പനി വരെ ഉണ്ട്, ടെക്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു കമ്പനി ഇല്ലാത്ത കമ്പനി ഞാൻ അത്ഭുതത്തോട് വിചാരിച്ചു ടാറ്റ ഒരു കമ്പനി തുടങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ടാറ്റ പോലൊരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് 100 കമ്പനികളുള്ള ബിസിനസ് ഗ്രൂപ്പ് ഒരു കമ്പനി തുടങ്ങുന്നു. അത് തന്നെ ഒരു വലിയ ഡിസിഷൻ ആണല്ലോ, ഒരു പുതിയ സെഗ്മെന്റിലേക്ക് ഒരു കമ്പനി തുടങ്ങി. ആ കമ്പനി തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അതിന് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് 10,000 കോടി രൂപ കേരളത്തിലേക്ക് വരുന്നു. ഓ ഗംഭീരം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് ആർക്കെ ഇന്റർവ്യൂ എടുത്തെന്നറിയോ? വെറുതെ ഇവിടെ മനോരമയ്ക്കോ മാതൃഭൂമിക്കൊക്കെ ഒന്നും കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ബ്ലൂംബർഗിന് ഇന്റർവ്യൂ എടുത്തുകൂടി. ബ്ലൂംബർഗ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പൊ അഖിലക്കൊക്കെ എത്രത്തോളം മനസ്സിലാവുന്നു, പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. ബ്ലൂംബർഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്ക് ഡാറ്റ അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ ചില ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ മറ്റേ സോഫ്റ്റ്വെയർ ഒക്കെ വിൽക്കുകയും ചെയ്യുന്ന വലിയ കമ്പനിയാണ്. ആ കമ്പനി ഈ ഡാറ്റ, ഇവരുടെ ഡാറ്റ എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് അനാലിസ് ചെയ്ത് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവർ വേദവാക്യമായിട്ട് എടുക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ വൻകിട ബിസിനസ് പ്രൊഫഷണലുകളും ഈ പറയുന്ന പോലെ ആളുകളും ഒക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു കമ്പനിയുടെ ചെറിയൊരു സ്ഥാപനമാണ് മീഡിയ എന്ന് പറയുന്നത്. ആ മീഡിയ വലിയ ക്രെഡിബിലിറ്റി ഉണ്ട് അതിന്. അദാനിക്കെതിരെയുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രി ഇങ്ങനെ പറയുന്നു, അത് ബ്ലൂംബർഗിലൂടെ പറയുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിൽ ഒരാളെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ഈ പറയുന്ന പോലെ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാണല്ലോ പറഞ്ഞേക്കണാകില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടേ ടാറ്റ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പൊ ഈ സ്ഥാപനം പോലെയോ നമ്മുടെ ഏതെങ്കിലും സ്ഥാപനം പോലെയോ അല്ല. നമുക്കാണെങ്കിൽ രാവിലെ വന്ന് എല്ലാവരും ചോദിച്ചാൽ മതി ആരെങ്കിലും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. ഇതുപോലെ നിരവധി കമ്പനികളുണ്ടല്ലോ. അപ്പൊ അതിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ വാചകമുണ്ട്, അത് കേൾക്കുമ്പോൾ നാണിച്ചു പോയി നമ്മൾ. അല്ല അത് പുള്ളി അങ്ങനെ ഞങ്ങളാരും കൊടുത്തിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ റിസൾട്ട് കാണിക്കാനൊക്കെ ഉള്ള ഒരു പ്രഷർ, സമ്മർദ്ദം കൊണ്ടിട്ട് ചിലപ്പോ പുള്ളി അബദ്ധത്തിന് പറഞ്ഞു പോയതായിരിക്കും. അപ്പൊ അതുപോലെ ഇന്റർനാഷണൽ ഊണം. പിന്നെ മറ്റതൊക്കെ നമുക്ക് വിടായത് വെറുതെ നിലമേലെ എക്സ്പോർട്ടേഴ്സ് കയറ്റുമതി ചെയ്യുന്നതിൽ പഴംപൊരിയും മറ്റേ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടെന്നൊക്കെ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് കയറ്റുമതി ചെയ്ത്. എന്താണ് ഈ പറയുന്നത്? അത് പിന്നെ പോട്ടെ, ഒരു ചെറിയ പോണ വഴിക്ക് ഒരു ഉന്ത് തന്നാന്ന് വിചാരിക്കാം. ഒരു മുഖ്യമന്ത്രി ഇത് പറയണേ, ഇത് പോയപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഏത് മറ്റേ ഇഡലി, സാമ്പാർ, ഒരു ഗുമ്പ് കിട്ടാൻ വേണ്ടി പഴംപൊരി, ഭാഗ്യത്തിന് മറ്റേ പപ്പടം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇനി ഇതും പോട്ടെ. നാലാമത്തെ ഒരു കാര്യം കൂടി പറയാം. അവ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞു എന്നാ താനിവിടെ നിന്ന് പ്രസംഗിക്കും, ഇവന്റെ ഇയാളുടെ സൂക്കേടിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് വരാം, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ അപ്പുറത്ത് പറയുന്നതാണ് മറ്റേ തൊട്ടപ്പുറത്ത് വേറെ സ്ത്രീയോട് പറഞ്ഞേക്കണാണ് നിങ്ങൾക്ക് സൂക്കേട് തീർന്നത്. മകള് 9 വയസ്സുള്ള മകള് കൂടെ. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് അതിഗംഭീര ഭരണമാണ്. അപ്പൊ എന്നോട് ഇന്നലെ അജിം ചോദിച്ചിരുന്നത് എത്ര 15 മാർക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചാൽ, കൊടുക്കണമെന്ന് പറഞ്ഞാൽ നല്ല PR വർക്ക് എടുത്തിട്ട് ലഹരി വിരുദ്ധ, ഇത് വിരുദ്ധ, അത് വിരുദ്ധ എന്നൊക്കെ പറഞ്ഞ് PR വർക്ക് കൊടുക്കുന്നുണ്ട്. മന്ത്രിമാരെ ബൂസ്റ്റ് ചെയ്യുക, അത് കുഴപ്പമില്ല. അതിന് ഞാനൊരു 15 മാർക്ക് കൊടുക്കും. പിന്നെ പ്രിയദർശിനി പദ്ധതി എന്താണെങ്കിലും നടപ്പിലാക്കിയല്ലോ, കുറച്ച് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ കയറി പോകാം. തിരുവനന്തപുരത്തും കൊല്ലത്തൊക്കെ മാത്രമേ അതിന് ഗുണമുള്ളൂ, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, പോട്ടെ. അപ്പൊ അതിനൊരു മാർക്ക്. അതാണ് ഇവിടുത്തെ കാര്യം, ഇതാണ് ഈ യാഥാർത്ഥ്യം. പിന്നെ മുഖ്യമന്ത്രി ജനാധിപത്യവാദിയായിരിക്കുന്നു, ഇവിടെ ആർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെയുള്ള തള്ളൊക്കെ ഉണ്ട്. ഇവിടെ സ്വാതന്ത്ര്യം ഭീകരമായിട്ട് പിണറായി ഉള്ളപ്പോഴുണ്ട്. പിണറായിനെ വിമർശിച്ച് എന്തോരം പേരാണ് ജീവിച്ചു പോകുന്നത്. ഞാനൊക്കെ അന്ന് എനിക്ക് അസോസിയേറ്റ് ചെയ്ത പല ചാനലുകളുടെ പേരൊന്നും ഞാനിവിടെ പറയണില്ല. ഇവരൊക്കെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഇരുന്ന് വെറുതെ രാവിലെ എഴുന്നേറ്റ് പിണറായിനെ അങ്ങനെ ചീത്ത പറഞ്ഞാൽ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരുക. ഒരാൾക്കെതിരെ നടപടി എടുത്തില്ല, ഒരാൾക്കെതിരെയും പിണറായി നടപടി എടുത്തിട്ടില്ല. പിണറായിനെ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞ പുറഞ്ഞ ചീത്തയായിരുന്നു. എന്തിനാണെന്ന് പോലും അറിയാൻ പാടില്ല. ലാസ്റ്റ് ഒരാളിരുന്ന് വീഡിയോനെ അങ്ങോട്ട് 82 വയസ്സായി ഇനിയും അയക്ക് മാറിക്കൂടെ എന്നൊക്കെ. അത് ഇയാളുടെ ഫ്രസ്ട്രേഷൻ ആണ് മാറണമെന്നുള്ളത്. VS അച്യുതാനന്ദൻ 81ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പൊ അതുപോലെ
എന്നിട്ട് പുള്ളി ഒരാൾക്കെതിരെ നടപടി എടുത്തില്ല, ഒരാൾ ആക്രമിക്കപ്പെട്ടില്ല, ഒന്നും ചെയ്തില്ല. കേസൊക്കെ കുറച്ചു പേർക്കെതിരെ എടുത്ത്, കേസൊക്കെ എടുത്തത് വേറെ ആളുകൾ പരാതി കൊടുത്തിട്ടാണ്, അല്ലാതെ നേരെ കേസ് എന്ത് ചെയ്തില്ല, എടുത്തില്ല. സർ അങ്ങനെയാണെങ്കിലേ ഇപ്പൊ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്നല്ലേ അർത്ഥം. അപ്പൊ ഇനി നമുക്കത് കേൾക്കേണ്ടി വരില്ലല്ലോ, ഇത്രയും നാള് ഹണിമൂൺ പീരീഡ് ആയിരുന്നു എന്നുള്ളത് കേൾക്കേണ്ടി വരില്ല. അല്ല, ഇനി ഹണിമൂൺ പീരീഡ് ഒന്നുമില്ല, ഇനി മൂൺ മാത്രമേ ഉള്ളൂ, ഇനിയുള്ള ഹണിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനി കേൾക്കേണ്ടി വരില്ല. ഒന്ന്. രണ്ടാമത്തെ പക്ഷെ ഇപ്പോഴും പുള്ളിക്കൊരു ഗുണമുണ്ട്, നമ്മുടെ പ്രമുഖരായ മാധ്യമങ്ങളൊക്കെ പുള്ളീനെ അകമഴിഞ്ഞ് അതെ വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈറ്റ് വാഷ് അടിക്കുന്നതുകൊണ്ട് പുള്ളിക്കൊരു സൗകര്യം ഉണ്ട്. പക്ഷെ അതൊക്കെ എത്ര കാലം തുടരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ആ ചാനലുകൾക്കൊക്കെ ഇപ്പൊ ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങി ജനത്തിനൊക്കെ. വിലക്കയറ്റം പിടിച്ചിരുത്തി എന്നൊക്കെ പറയണം. അഖിലൊന്ന് വീട്ടിൽ വിളിച്ച് അമ്മയോട് ഒന്ന് ചോദിച്ചു നോക്കാം, അഖിലൊക്കെ കുഴപ്പമുണ്ടാവില്ല, കാരണം നമ്മൾ ഇവിടെ പോയി അപ്പൊ ഒന്ന് ആലോചിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എല്ലായ്പ്പോഴും ഞാൻ വീട്ടിലേക്ക് കാരണം ഞാനായിട്ട് മേടിച്ചിട്ട് വേണം, ആകെ ഉള്ളത് ഫ്രൂട്ട്സ് ആണ്. ബാക്കിയൊക്കെ വീട്ടുകാർ പറഞ്ഞാൽ മാത്രമാണ് ഞാൻ മേടിക്കും. അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ആകെ മേടിച്ചുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് ഈ ഞാലിപ്പൂവും പഴവും അതൊക്കെയാണ്. മനസ്സിലായി? ഈ ഞാലിപ്പൂവും പഴത്തിന് ഇപ്പൊ എത്രയെന്ന് അറിയാമോ? നേരത്തെ 60 രൂപ ഉണ്ടായുള്ളൂ ഇവിടത്തെ ഒരു കടയിൽ, 10 രൂപ 70 രൂപ സാധാരണ കടകളിൽ ഉണ്ടായുള്ളൂ, ഇപ്പൊ 100 രൂപ. ഏത് ഏത്തപ്പഴമായിട്ട് 100 120 എന്നിട്ട് പുള്ളി പറഞ്ഞ വിപണിയിൽ ഇടപെടലിൽ പിടിച്ചു നിർത്തിയിരുന്നത്. പിന്നെ ഇതൊന്നും നമ്മൾ ഈ സപ്ലൈകോ മാത്രം വിചാരിച്ച് നടക്കുന്ന ഒരു കാര്യമല്ല, ഇത് ഫാക്ട് ആണ്, നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെ പാലാരിവട്ടത്ത്, കളമശ്ശേരി, വൈറ്റിലയിലൊക്കെ തന്നെ നമുക്ക് നേരിട്ടറിയാം, സഹകരണ ബാങ്കുകളുടെയൊക്കെ നേതൃത്വത്തില് ഈ മറ്റേ ഓണത്തിന് മാത്രമുള്ള ചന്തകൾ ഉണ്ടായിരുന്നു. അതായത് ഈ ലോക്കലി നിർമ്മിക്കപ്പെട്ട ആളുകൾ, അതായത് ഇപ്പൊ വെണ്ടക്ക വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവര് ശേഖരിച്ചിട്ട് ഇവര് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു, ഒരു ന്യായമായിട്ടുള്ള വിലക്ക് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ CPM ഒക്കെ ആസൂത്രണം ചെയ്തിരുന്നു. ഇത് അവരെ കൊണ്ട് പറ്റില്ല, അത് പറ്റില്ല, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ വെറുതെ ഇരുന്ന് അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെന്താ പറയാ, ഇത് നടക്കട്ടെ എന്നല്ലാതെ വേറെ ഒന്നും പറയാല്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കുറെ മാധ്യമപ്രവർത്തകർ ഇപ്പൊ ജനാധിപത്യം ഇവിടെ പൂത്തുലഞ്ഞിരിക്കുന്നു, എല്ലാം കേൾക്കാനുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ട്. എനിക്ക് മനസ്സിലാവില്ല. അതായത് ഒരാൾ കടലിൽ പോയി, അയാൾ അന്വേഷിക്കാനുള്ള, അവരെല്ലാം കേട്ടോണ്ടിരുന്ന മതി.